നമസ്കാരം. നഗരത്തിലെ ബസ് സ്റ്റോപ്പിൽ കെഎസ്ആർടിസി ബസ് നിർത്തണം എന്നാവശ്യപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയ സംഭവത്തിൽ കണ്ടക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. കെഎസ്ആർടിസി പാലാ ഡിപ്പോയിലെ കണ്ടക്ടർ എൻ പ്രവീണാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് നഗരസഭ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിൽസ് പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിനി പഠിക്കുന്ന MKM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും PTA ഭാരവാഹികളും കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് മുന്നിൽ ഇന്നലെ ഉച്ചയോടെ സത്യാഗ്രഹം ആരംഭിച്ചിരുന്നു. മാനേജർ PC ചിന്നക്കുട്ടി, പ്രിൻസിപ്പൽ AA ഓനാൻ കുഞ്ഞ്, അധ്യാപകനായ സൈബി C കുര്യൻ, PTA പ്രസിഡന്റ് CP ടൈറ്റസ് തുടങ്ങിയവർക്കൊപ്പം അധ്യാപികമാരടക്കമുള്ളവരും പങ്കെടുത്തു. ഇതിനെ തുടർന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 12-ന് ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. SSLC പരീക്ഷയ്ക്ക് മുന്നോടിയായി മുല്ലപ്പള്ളിയിലുള്ള ക്ഷേത്രത്തിൽ അമ്മയ്ക്കൊപ്പം ദർശനം നടത്തി തിരികെ വരികയായിരുന്നു പിറവം സ്വദേശിനിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഇവർക്കെതിരെയാണ് വൈറ്റില സീതത്തോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫാസ്റ്റ് പാസഞ്ചർ സർവീസിൽ വെച്ച് ദുരനുഭവം ഉണ്ടായത്. സമയം രാത്രി ഏറെ വൈകിയതിനാൽ പിറവം മുല്ലൂർ പടിയിൽ നിർത്തുമോ എന്ന ഡ്രൈവറോട് ഇവർ ചോദിക്കുകയായിരുന്നു. കണ്ടക്ടർ പറഞ്ഞാൽ ബസ് നിർത്താമെന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി. അതിൽ പ്രകാരം സ്റ്റോപ്പിൽ നിർത്തണം എന്ന് കണ്ടക്ടറോട് ആവശ്യപ്പെട്ടുവെങ്കിലും കണ്ടക്ടർ കൂട്ടാക്കാതെ ഡബിൾ ബെൽ അടിക്കുകയായിരുന്നു. ജയിൽപ്പടി ജംഗ്ഷനിൽ എത്തിയപ്പോഴും നിർത്താൻ പറഞ്ഞുവെങ്കിലും വീണ്ടും കണ്ടക്ടർ ഡബിൾ ബെൽ അടിക്കുകയാണ് ഉണ്ടായത്. എല്ലാ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും നിർത്താറുള്ള സ്റ്റോപ്പായിട്ടും ബസ് നിർത്താതിരുന്നതോടുകൂടി യാത്രക്കാരും ബഹളം വെച്ചു. ഇതോടെ KSEBയുടെ അടുത്ത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ഒടുവിൽ വണ്ടി നിർത്തുകയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥിനിയുടെ അമ്മ കണ്ടക്ടറോട് നിങ്ങൾ എന്ത് മനുഷ്യത്വമില്ലാതെയാണ് പെരുമാറിയതെന്ന് ചോദിച്ചു. ഞങ്ങൾ 2 പെണ്ണുങ്ങളല്ലേ, രാത്രിയിൽ ഈ കുട്ടിയുമായി 2 കിലോമീറ്ററോളം പുറകോട്ട് ഒറ്റയ്ക്ക് നടക്കേണ്ടേ എന്ന് ചോദിക്കുകയുണ്ടായി. പേടിയാണെങ്കിൽ ഭർത്താവിനെയും കൂട്ടി നടക്കാനാണ് കണ്ടക്ടർ മറുപടി നൽകിയത്. ഇതിനിടയിലുണ്ടായ വാക്കുതർക്കത്തിൽ പെൺകുട്ടിയുടെ മുഖത്തേക്ക് 2 തവണ കണ്ടക്ടർ കാർക്കിച്ചു തുപ്പുകയും ഉണ്ടായി. മുളന്തുരുത്തി തുരുത്തിക്കരയിൽ നിന്നാണ് മാതാവിനൊപ്പം വിദ്യാർത്ഥിനി ബസ്സിൽ കയറിയത്. പെൺകുട്ടിയുടെയും മാതാവിന്റെയും മൊഴിയെടുത്ത ശേഷമാണ് കണ്ടക്ടർക്കെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം പാലാ ഡിപ്പോയിൽ പരാതി ലഭിച്ചപ്പോൾ തന്നെ ATO ഷിബു വിവരം ചീഫ് ഓഫീസിൽ അറിയിക്കുകയും വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ KSRTC കോട്ടയം വിജിലൻസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. പരാതിക്കാരിയായ പെൺകുട്ടിയുടെയും മാതാവിന്റെയും മൊഴി. എന്നാൽ പോലീസ് കേസെടുത്തിട്ട് 3 ദിവസമായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാതിരുന്നതോടെ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. ഇതോടെയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.